സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗണാനാം ത്വദ്ഗണപതി ഹവാമഹേ കവിം കവീനാമുപസ്തവസ്തമം ജ്യേഷ്ഠരാജബ്രഹ്മണാസ്ഥാനം ശ്രവണതനുസി വിചിത്രസാധനം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ നമഃ. ഏവർക്കും വന്ദനം. രാമായണത്തിൻ്റെ ശീലുകൾ ഓരോ മനസ്സിലും, ഭക്തൻ്റെ മനസ്സിലും രാമായണ മന്ത്രധ്വനികൾ ഓരോ ഗ്രഹത്തിലും പവിത്രമായ ക്ഷേത്രാങ്കണത്തിലും നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഈ പുണ്യ കർക്കിടക മാസത്തിൽ ഭഗവാന്റെ തിരുമുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് ആധ്യാത്മിക വിഷയങ്ങൾ പറയാൻ സാധിച്ചത് എൻ്റെ മുജ്ജന്മസുഹൃത്തുക്കൾ. ഇന്ന് കർക്കിടകം 14, ഇന്ന് ഈ സന്ധ്യയ്ക്ക് ഇവിടെ ഈ ആത്മീയ പ്രഭാഷണം നടത്തണമെന്നുള്ളത് ഭഗവാന്റെ കൽപ്പിതമാണ്. ഇത് കേൾക്കാൻ നിങ്ങളും ഇവിടെ ഉണ്ടാവണമെന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. ഇതൊക്കെ ഒരുപക്ഷെ കാലങ്ങൾക്ക് മുമ്പേ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതാകാം. ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഭഗവാൻ അറിയാതെ ഈ ഭൂമുഖത്തു നിന്നല്ല, ബ്രഹ്മാണ്ടത്തിൽ പോലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരു ഇല പോലും അനങ്ങുന്നില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ആധ്യാത്മിക പ്രഭാഷണം ഉണ്ട് എന്ന് കേട്ടാൽ നമ്മൾ സന്ദർഭമുണ്ടാക്കി, സൗകര്യമുണ്ടാക്കി നമ്മളത് കേൾക്കാൻ പോകണം. അത് സശ്രദ്ധം വീക്ഷിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള ശബ്ദം ഇച്ചിരി കുറയ്ക്കാൻ തോന്നുന്നുണ്ട്. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സിദ്ധിയാണ് ഭഗവാന്റെ അനുഗ്രഹം, സുഹൃതം. അങ്ങനെയുള്ളവർക്ക് ആധ്യാത്മികം എന്ന നാമധേയം പോലും കേൾക്കാൻ യോഗ്യതയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളുടെ മസ്തിഷ്കത്തിൽ നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയതുകൊണ്ടാണ് മസ്തിഷ്കത്തിലുണ്ട്. അത് ഇത്തരം ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ പോകുമ്പോഴാണ് അവിടെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കോ, ഒരു വാക്യമോ, ഒരാശയമോ, ഒരു ശ്ലോകമോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു നിർവൃതിയോ ആവാം നമ്മളുടെ ഈ ശിരസ്സുകൾ, മസ്തിഷ്കത്തിൽ ഒരുപാട് അറകളിലായിട്ട് അടഞ്ഞിരിക്കുന്ന പല അറിവുകളും തുറന്നു കിട്ടുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ പുരാണത്തിലൊരു കഥാപാത്രത്തെക്കുറിച്ചോ ഒരു പുതിയ സ്ഥലത്തെക്കുറിച്ചോ ഇനി അതല്ല ഒരു പുതിയ അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് പിന്നെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആ കാര്യമായിരിക്കാം, ആകും. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണത്. അതാണ് ആധ്യാത്മിക തത്വങ്ങളുടെ മഹത്വം. നമ്മൾ വരുമ്പോൾ, ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാൻ വരുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല വരേണ്ടത്. നമ്മൾ കുടുംബസമേതം വരണം. പ്രത്യേകിച്ച് കുട്ടികളെയും കൂടി കൊണ്ടുവരണം. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെക്കാൾ മിടുക്കന്മാരാണ് പഠിക്കാൻ. കാരണം നമ്മളൊക്കെ അന്ന കാലത്ത് നമ്മളുടെ അമ്മ വയറ്റിലുള്ള കാലത്ത് അവർക്ക് കിട്ടിയിരുന്ന പോഷകാഹാരങ്ങളൊക്കെ അവർക്ക് അന്നത്തെ നിത്യ ആഹാരത്തിൽ നിന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. 2 മാസം വയറ്റിലാവുമ്പോൾ തന്നെ ഡോക്ടറെ കാണുമ്പോൾ അവർക്ക് ആ സമയം മുതൽ നല്ല മൂലകങ്ങൾ, നല്ല വിറ്റമിനുള്ള ഗുളികൾ കഴിച്ച് അവർക്ക് അത്രയും ബുദ്ധിശക്തിയോടെയാണ് അവർ ജനിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞാലോ അവർ പരിചയപ്പെടുന്ന കാര്യങ്ങൾ, അവർ ഇടപെടുന്ന കാര്യങ്ങൾ, യന്ത്രങ്ങൾ നമ്മളുടെ സാഹചര്യമല്ല ഇപ്പോൾ ജനിക്കുന്നതാണ്. അപ്പോൾ അത് അവരത്രയും സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ പഠിക്കാൻ വളരെ മിടുക്കരായിരിക്കും. ആ മിടുക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലുണ്ട്. പക്ഷേ ജീവിതത്തിൽ മുന്നിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴോ, ഒരു വെല്ലുവിളി വരുമ്പോഴോ അവർ മാത്സിലോ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ കൊണ്ട് ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല, അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അവർ പഠിച്ചിട്ടുള്ള ഭാഷയിലുള്ള ഏതെങ്കിലും കഥയോ ആധ്യാത്മിക മൂല്യമുള്ള എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ അവർ സാധിച്ചെന്നിരിക്കും. അവിടെയാണ് ആധ്യാത്മിക മൂല്യങ്ങളിലേക്കെല്ലാം പ്രസക്തി വരുന്നത്. ആ ഉൾക്കരുത്ത്, മനസ്സിൻ്റെ കരുത്ത്, ഏകാഗ്രചിത്തതയോടെ, സമചിത്തതയോടെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു കഴിവ് നേടണമെങ്കിൽ കുറച്ച് ആധ്യാത്മിക ജ്ഞാനം നല്ലതാണ്. നമ്മുടെ എല്ലാ പുരാണങ്ങളും എല്ലാ കഥകളും അങ്ങനെ ആ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ ധർമ്മം പാലിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ആധ്യാത്മിക മൂല്യമുള്ള ഗ്രന്ഥങ്ങൾ അനവധിയാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ, ഭാരതീയ പൈതൃകത്തിൽ വളരെയേറെ ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട്.
അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് നമ്മളുടെ ഇതിഹാസം. 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് രാമായണവും ഒന്ന് മഹാഭാരതവും. ഇതി ഇഹ അസി, ഇവിടെ ഇത് സംഭവിച്ചു എന്നാണ് ഇതിഹാസത്തിൻ്റെ അർത്ഥം. ഇവിടെ നടന്നത്. അപ്പോൾ ഇതിഹാസം എന്ന് പറഞ്ഞാൽ കുറച്ച് മാനദണ്ഡങ്ങളുള്ള കാര്യങ്ങളാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഒന്ന്, അത് യഥാർത്ഥത്തിൽ നടന്നതാകണം, ഹിസ്റ്ററി. 2, അത് മാനവരാശിക്ക് ധർമ്മബോധം പകർന്ന് ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കാനുള്ള ഒരു സന്ദേശം, ശക്തമായൊരു സന്ദേശം, കാതലായൊരു സന്ദേശം ഉണ്ടാകണം, ഒരു കാലത്തും മാറ്റമില്ലാത്തത്. 3ാമത്തേത്, അത് കാവ്യാത്മകമായിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒത്തു വന്നാൽ അതിനെ നമ്മൾ ഇതിഹാസം എന്ന് പറയും. നമ്മുടെ രാമായണമായിക്കോട്ടെ മഹാഭാരതമായിക്കോട്ടെ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം, അത് അങ്ങനെ തന്നെയാണ്. സനാതന ധർമ്മത്തിലെ ഇതിഹാസം ഇന്നും നിലനിൽക്കുന്നു. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഒരിക്കലും നശിക്കാത്തത്. നമ്മുടെ സിന്ധു എന്ന സംസ്കാരമാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആധ്യാത്മിക സനാതന ധർമ്മം എന്ന് പറയുന്നത്. ലോകത്ത് വേറെയും സംസ്കാരങ്ങളുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടായിരുന്നു, ഗ്രീക്ക്, മെസപ്പൊട്ടാമിയ, അങ്ങനെ പലതും. അവയൊന്നും പിന്നീട് അത് തുടർന്നുവന്നില്ല. ഇന്ന് അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്തുകൊണ്ടാണ്? അത് കേവലം ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ധർമ്മബോധമുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ സനാതന ധർമ്മത്തിൽ അങ്ങനെയല്ല. സനാതന ധർമ്മത്തിൽ നമ്മൾ പറയുന്നത് ലോകമേ തറവാട് എന്നാണ്. വസുദൈവ കുടുംബകം. നമ്മളുടെ ആപ്തവാക്യം ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്നാണ്. ഈ ലോകം തന്നെ എൻ്റെ തറവാടാണ്. ആ ലോകത്തെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ ആചാര്യന്മാർ പറയുന്നു, 2 കാലുള്ള ജീവികൾ ഉള്ളിടത്തോളം കാലം സനാതന ധർമ്മം നശിക്കില്ല. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ മനുഷ്യനാണ് 2 കാലുള്ളത് എന്ന് വിചാരിക്കുന്നു. എല്ലാ പക്ഷികൾക്കും 2 കാലാണ്. 2 കാലുള്ള ജീവികൾ ഇനി നമ്മൾ കാണാത്തതായിട്ടുള്ള എത്രയോ ജീവജാലങ്ങളുണ്ട്. അപ്പോൾ 86,000 ലക്ഷം സ്പീഷീസ് ജീവജാലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 86 ലക്ഷം, 86,000 അല്ല, 86 ലക്ഷം. അതിൽ നമ്മളുടെ ദൃഷ്ടിയിൽ പെടാത്തത് എത്രയോ കാണാം. നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിനേക്കാളും വലുത് നമ്മളുടെ മുമ്പിൽ ജീവിക്കാത്തത്. അപ്പം 2 കാലമുള്ള ജീവജാലങ്ങളുള്ള കാലം വരെ സനാതനധർമ്മം നിലനിൽക്കും. അപ്പോൾ ഈ 2 ഇതിഹാസങ്ങൾ നമുക്കുണ്ട്. അത് മാത്രമല്ല, അതിനു മുമ്പേ വേദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിഹാസത്തിൽ ത്രേതായുഗത്തിലാണ് രാമായണം, ദ്വാപരയുഗത്തിലാണ് മഹാഭാരതം. അതിനു മുമ്പൊരു യുഗം ഉണ്ടായിരുന്നു, കൃതയുഗം. അതിനു മുമ്പേ വേദങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൃതയുഗം, ചതുർയുഗങ്ങളാണ്, 4 യുഗങ്ങളുണ്ട്. അതിനെ ചതുർയുഗം എന്ന് പറയും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ യുഗമായ കൃതയുഗം, കൃതയം എന്ന് വെച്ചാൽ 4 അവതാരങ്ങളുണ്ടായ സമയം. ധർമ്മത്തിന് 4 പാദങ്ങളുണ്ടായിരുന്ന സമയം. 4 പാദങ്ങളുണ്ട്. ആ 4 പാദവും ധർമ്മമായിരുന്നു. അതാണ് കൃതയുഗം. അന്ന് അതിനെ സത്യയുഗം എന്നും പറയും. ഇപ്പോഴാണ് വേദങ്ങളുണ്ടായത്. വേദങ്ങളിൽ രാമായണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. എന്നാൽ മഹാഭാരതത്തിൽ രാമായണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സ്പഷ്ടമാണ്, വേദങ്ങൾ കഴിഞ്ഞിട്ടാണ് രാമായണം ഉണ്ടായതെന്നും മഹാഭാരതത്തിന് മുമ്പ് ഉണ്ടായതാണ് രാമായണം എന്നുള്ളതും സ്പഷ്ടമാണ്. അതിപ്പോൾ നമ്മൾ കാലഘട്ടം തന്നെ അങ്ങനെയാണ് പറയുന്നത്. കൃതയുഗം 4 അവതാരങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് ത്രേതായുഗം 3 അവതാരങ്ങൾ, ധർമ്മത്തിന് 3 പാദങ്ങളുള്ള സമയം. അതിനുശേഷമാണ് ദ്വാപരയുഗം ഉണ്ടായത്. 2 അവതാരങ്ങളുണ്ടായി, ധർമ്മത്തിന് 2 പാദമായി. ഇപ്പോൾ നമ്മൾ കലിയുഗത്തിലാണ്. 5128 വർഷം. കലിയുഗം 5128 വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 1ൻ്റെ വ്യത്യാസം ഉണ്ടാവാം, 2ൻ്റെയും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്തിട്ട് ഇത്രയും കാലമായി എന്നർത്ഥം. അപ്പോൾ ഈ കലിയുഗത്തിൽ ഒരേ ഒരു പാദമേ ധർമ്മമുള്ളൂ, ബാക്കി 3 പാദവും അതാണ്. അപ്പോൾ ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. കലിയുഗം 4,32,000 വർഷമാണ് കണക്ക് കൂട്ടുന്നത്. അതിലിപ്പോൾ നമ്മൾ 5128 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിഹാസത്തിൻ്റെ കാര്യം പറഞ്ഞു, വേദങ്ങളുടെ കാര്യം പറഞ്ഞു. 5 ഉപവേദങ്ങളുണ്ട്, 6 വേദാന്തങ്ങളുണ്ട്, 18 പുരാണങ്ങളുണ്ട്. ഈ 18 പുരാണങ്ങളിൽ സ്കന്ദപുരാണത്തിലാണ് വാൽമീകി മഹർഷിയെക്കുറിച്ച് പരാമർശമുള്ളത്. പിന്നെ 64 കലകൾ. ഈ 64 കലകളിൽ പ്രധാനപ്പെട്ട സംഗീതം, നൃത്തം, നാടകം തുടങ്ങിയ കലകളിലെല്ലാം അതിപ്രാചീന കാലം തൊട്ടേ രാമായണമായിരുന്നു ഇതിവൃത്തം. രാമായണമാണ് അതിൻ്റെ ഒരു പ്രധാന തന്തുവായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ കലകളുമൊക്കെ, കഥകളി, കൂടിയാട്ടം എന്നൊക്കെ പറഞ്ഞാലും അതിനകത്തൊക്കെ വരുമ്പോൾ രാമൻ്റെ കഥകൾ അന്നും ഉണ്ടായിരുന്നു. 18 പുരാണങ്ങൾ, പിന്നെ 64 കലകൾ, 108 ഉപനിഷത്തുകൾ.
108 ഉപനിഷത്തുകളിൽ ആരുണി അരുളിയതാണ് നമ്മുടെ തത്വമസി എന്ന ശാസ്ത്രം. ചാണ്ടൂക്യ ഉപനിഷത്തിൽ ആരുണി അരുളിയ തത്വമാണ് തത്വമസി, അത് നീയാകുന്നു എന്ന തത്വം. അതായത് സനാതന ധർമ്മം അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഈ ശരീരമല്ല, എന്നുള്ളിൽ വസിക്കുന്ന ചൈതന്യമാണ് ഞാൻ. അതായത് ആത്മാവ് എന്ന് പറയും. അതിനെ നമ്മൾ പല പേരിൽ വിളിക്കും. അത് ചൈതന്യം, ബോധം, ബുദ്ധി എന്നൊക്കെ പറയും. അതാണ് ഞാൻ, അല്ലാതെ ഈ ശരീരമല്ല എന്നുള്ള നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ തത്വം അതാണ്. രാമായണത്തിലുടനീളം രാമൻ ഈ തത്വം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ് ഞാൻ. അതിന് ജനനവുമില്ല, മരണവുമില്ല. മരണമുള്ളത് എന്തിനാണ്? ഈ ശരീരത്തിനാണ്. അതുതന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവതഃ. ഇത് അഗ്നിക്ക് ദഹിപ്പിക്കാനോ ശസ്ത്രം കൊണ്ട് മുറിക്കാനോ വെള്ളത്തിനെ ലയിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത ഒന്നാണ്. അതിന് രൂപമില്ല, പക്ഷേ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം മനുഷ്യജന്മം കിട്ടിയെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ മണ്ണായിട്ടും മലയായിട്ടും മത്സ്യമായിട്ടും മൃഗമായിട്ടും മനുഷ്യനായി വന്നതാണ്. മരമായി നിന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ മനുഷ്യജന്മത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ധർമ്മം പാലിച്ച് നമ്മൾ ആത്മീയ സാക്ഷാത്കാരം നേടണം. എന്താണ് ഈ ആത്മീയ സാക്ഷാത്കാരം? മോക്ഷം സിദ്ധിക്കണം. മോക്ഷം എന്ന് പറഞ്ഞാൽ പുനർജന്മങ്ങളില്ലാതെ നമ്മൾ ഭഗവാനിലേക്ക് ലയിച്ച് ചെയ്യുന്നു, ഭഗവാന്റെ അംശമായി മാറുന്നു. അതായിരിക്കണം മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ബാക്കി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം താൽക്കാലികങ്ങളാണ്. അതെല്ലാം ശ്രീരാമചന്ദ്രൻ പല പല അവസരത്തിൽ പറയുന്നുണ്ട്. ലക്ഷ്മണോപദേശത്തിലാണ് വിശദമായിട്ട് പറയുന്നത്. എന്നെനിക്ക് തോന്നുന്നു അവിടെ വരെ പറഞ്ഞ് നിർത്താമെന്നാണ് എൻ്റെ വിചാരം. നമുക്ക് സമയക്കുറവും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ്. അതിന് ജനനമില്ല, മരണമില്ല. ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെ ഉണ്ടാവും. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മം, കഴിഞ്ഞ യുഗം ഒക്കെ കണക്ക് കൂട്ടാം. അതിന് മരണമില്ല. അതാണ് സത്യം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ഒരു കാലത്തും മാറ്റമില്ലാത്തത്. മിഥ്യ എന്ന വാക്ക് നമ്മൾ പലപ്പോഴും അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ചായിരിക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷേ മിഥ്യ എന്നാൽ യഥാർത്ഥത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സത്യം എന്നാൽ എക്കാലത്തും നിലനിൽക്കുന്നത്, ഒരു മാറ്റവുമില്ലാതെ. അതല്ലാത്തത് മിഥ്യ. അതുകൊണ്ടാണ് ജഗത്ത് മിഥ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ കണ്ട അമ്പലമല്ല ഇനി നാളെ കാണാമോ? ഇവിടെ പുനരുദ്ധാരണം നടക്കണം. ഇതുപോലെ ലോകത്തെല്ലായിടത്തും കാണുന്ന കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ആത്മാവിന്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്, അത് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തിന് മാറ്റമില്ല. അത് ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെയുണ്ട്, നാളെയും ഇവിടെയുണ്ട്. സർവ്വവ്യാപിയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും കാണാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാലും ആ പരബ്രഹ്മം അത് കണ്ടിരിക്കും. ഞാൻ തന്നെ അത് കണ്ടിരിക്കും. ആരും കാണാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതറിയും. അതുകൊണ്ട് എന്താണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമുക്ക് തന്നെയാണ് കർമ്മഫലം. രണ്ടാമത്തെ തത്വം. ആദ്യത്തെ തത്വം പറഞ്ഞത് ഈ ശരീരമല്ല ഞാൻ, എന്നുള്ളിൽ തുടിക്കുന്ന ചൈതന്യമാണ്. രണ്ടാമത്തെ തത്വം, ഈ ചൈതന്യം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് തന്നെ അനുഭവിക്കണം. അത് ഈ ജന്മത്തിൽ അനുഭവിക്കും, അടുത്ത ജന്മത്തിലായിരിക്കും, പിന്നെ പിന്നത്തെ ജന്മങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എല്ലാ വ്രതവും നോക്കുന്നുണ്ട്, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, ഇത്രയും ഭക്തിയോടെ നിന്നിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ ദൈവമേ എന്ന് പറയും. എൻ്റെ കാര്യം എന്താണ്? മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് അവരനുഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങളിപ്പോൾ ഭഗവാനെ വിളിച്ച് വ്രതം നോറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അടുത്ത ജന്മം അത് ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അടുത്ത ജന്മങ്ങളിൽ നിങ്ങൾ അത് അനുഭവിക്കും. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ചിലപ്പം ദുരിതം അനുഭവിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയിൽ ഉദാഹരണം പറഞ്ഞത്, ബ്രഹ്മാവാദിയായി ഈച്ചയേറുമ്പോഴും കർമ്മബദ്ധരെന്നറിഞ്ഞാലും എന്ന് പറയുന്നത്. ബ്രഹ്മാവാണ് ഈ ഭൂതങ്ങളെ സൃഷ്ടിച്ചത്. ആ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ എന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് എഴുതുന്ന കാലത്ത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉറുമ്പെന്നാണ് പറഞ്ഞത്, ഏറ്റവും ചെറിയ ജീവിയായിട്ട്. എന്നാണെങ്കിൽ നമ്മൾ പറയും, വൈറസിനെ പറ്റി പറയാം അല്ലേ. 6 കൊല്ലം മുമ്പ് നമ്മളെയൊക്കെ അടച്ച് വീട്ടിൽ വെച്ചൊരു വൈറസ് ഉണ്ട്, നമുക്കറിയാൻ കാണാൻ കൂടി പറ്റില്ല. അതുവരെ എന്ന് വേണമെങ്കിൽ പറയാം. കർമ്മങ്ങളുടെ ഫലം എല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഇത്രയധികം ഉണ്ട് ഇവിടെ നമുക്ക്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഇത്രയും കണക്ക് പറഞ്ഞില്ലേ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത് കേട്ടു. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവണം, ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് അറിയണമെന്ന്. അങ്ങനെ നിങ്ങൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാനത് പറഞ്ഞത്. 2 ഉപനിഷത്തുണ്ട്, 4 വേദങ്ങളുണ്ട്, 5 ഉപവേദങ്ങളുണ്ട്, 6 വേദാന്തങ്ങളുണ്ട്, 18 പുരാണങ്ങളുണ്ട്, 64 കലകൾ, 108 ഉപനിഷത്തുകൾ, പിന്നെയും നീളുവാണ്. അതുകൊണ്ടാണ് കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ എഴുതിയത്,
100 കോടി ഗ്രന്ഥമുണ്ട്, ഇല്ലത് ഭൂമി തന്നിൽ എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ഗ്രന്ഥങ്ങളുണ്ട്. നമുക്ക് ആരെങ്കിലും ഈ ഗ്രന്ഥത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് മുഴുവനായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാനാവാത്തൊരു കാര്യം കൂടി പറയാം. ഇതിൽ ഔട്ട് ഓഫ് സിലബസ് ആണ്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ ആദ്യത്തെ ശ്രാദ്ധത്തിന് മകൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം എന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൻ UKG പഠിക്കുന്നത് പറഞ്ഞു. അവൻ്റെ ഒരു ദിവസം ക്ലാസ് പോകില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ധർമ്മബോധമാണ് നമ്മളോട് കൊടുക്കുന്നത്? സ്വന്തം അച്ഛമ്മയുടെ ആദ്യ ശ്രാദ്ധത്തിന് വന്ന് കൂട്ടേണ്ട കുട്ടിയാണ്, അപ്പം അതിനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ധർമ്മബോധമാണ് പുതിയ തലമുറ കൈവരുന്ന. അതിനകത്ത് ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാൻ വന്നത് അതല്ല. എപ്രകാരമാണോ ഒരു UKG ക്ലാസ് ഒരു ദിവസം നഷ്ടപ്പെട്ടതിന് അമ്മ ദുഃഖിച്ചത്, അതുപോലെ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ആ കുട്ടിയെ പഠിപ്പിക്കാൻ ആ അമ്മ ശ്രമിക്കുമോ? ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് അതാണ്. ആധ്യാത്മിക മൂല്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. എന്തിനാണ്? നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല, ഇന്നത്തെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ, നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അത് തരണം ചെയ്യണമെങ്കിൽ ഒരു മനസാന്നിധ്യം വേണം, നമ്മളുടെ ഉറച്ച മനസ്സ് വേണം, അചഞ്ചലമായൊരു മനസ്സ് വേണം. എന്തു വന്നാലും നേരിടാനുള്ളൊരു മനക്കരുത്ത് വേണം, ഉൾക്കരുത്ത് വേണം, ഏകാഗ്രത വേണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഏകാഗ്രത ചിന്തിച്ച് ഏറ്റവും ഉചിതമായ ഒരു വഴി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം, അതിനുള്ള ആ ഒരു എബിലിറ്റി നമുക്ക് വേണം, കഴിവ് വേണം. അത് വളർത്തിയെടുക്കണമെങ്കിൽ ഇത്തരമുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ തന്നെ വേണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെയൊക്കെ പിള്ളേർ. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യുക? ഞാൻ ആദ്യം പറഞ്ഞു, ഭാഷയിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കഥയുടെ ഒരു ഗുണപാഠ കഥ ഉണ്ടെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനം എടുക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ അവനൊറ്റ സുഹൃത്തിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും എന്ന് പറയാം. കൂടുതലും അമ്മയോടെ എനിക്ക് പറയാം. എല്ലാ കുട്ടികളും അമ്മയോടാണ് കൂടുതൽ സ്നേഹം കാണിക്കാം. ഇനി ഇവരോട് പറയാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ മുന്നിൽ വഴിമുട്ടി. അപ്പോഴാണ് ചില കഠിനകളൊക്കെ കുട്ടികൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് ആത്മധൈര്യത്തോടെ ജീവിതത്തെ നേരിടാനുള്ള ഒരു പാഠവും ഉണ്ടാവണം. നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും നമുക്ക് തന്നിട്ടുള്ളത് ഇത്തരം പാഠങ്ങളാണ്. ജീവിതത്തെ എങ്ങനെ നേരിടാമെന്ന് ശ്രീരാമനും ശ്രീകൃഷ്ണനും മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നതും അതുതന്നെയാണ്. ഭഗവാൻ രാജാവായിരുന്നില്ലേ? പട്ടികത്തിൽ കിടന്നാൽ പോലായിരുന്നോ? എന്തിനാണ് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോയത്? 14 കൊല്ലം കാട്ടിൽ വസിച്ചു. ഭഗവാൻ കൃഷ്ണൻ്റെ അവസ്ഥ എന്തായിരുന്നു? കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും സുഖങ്ങൾ മാത്രമല്ല, സുഖ ദുഃഖ സമ്മിശ്രങ്ങളാണ്. അത് എന്താണോ നമ്മുടെ മുന്നിൽ വരുന്നത് അതിനെ നേരിടാൻ നമ്മൾ പ്രാപ്തരാകണം. കാരണം ഭഗവാൻ അറിയാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് കർമ്മഫലമാണെന്നും തത്വം പറയുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഇത്തരം ആത്മീയമായിട്ടുള്ള പാഠങ്ങളാണ്. അപ്പം നമ്മൾ ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും രാമായണത്തിലെ കഥ കേൾക്കുമ്പോഴും ഓരോ കഥയ്ക്കും ഒരു ഗുണപാഠമുണ്ട്. നമ്മൾ അതാണ് അതിൽ നിന്ന് എടുക്കേണ്ടത്. രാമായണം വായിച്ചിട്ടോ നമ്മുടെ കഥ കേട്ടിട്ടോ എന്താ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നാളെ ഒരവസരം വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് നമ്മളതിൽ നിന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പ്രത്യേകിച്ചും കൊണ്ടുവരണം, കുട്ടികളെ ആത്മീയതത്വം പഠിപ്പിക്കണം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർ സന്യാസിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല, അവർ ആത്മീയതത്വം പഠിച്ചിരിക്കണം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് തന്നെയാണ്. 25 വയസ്സിനുള്ളിൽ നമ്മൾ ആ വിദ്യാഭ്യാസം വേണ്ടത് നേടിയിരിക്കണം. അതിനുശേഷം പിന്നെ നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് പോകണം. അർത്ഥമില്ലാതെ ഇന്ന് സമ്പത്തില്ലാതെ ജീവിക്കാൻ നിർത്തിയില്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നല്ലൊരു നിലയിൽ നിന്ന് നമ്മൾ നല്ലൊരു അടിത്തറ ഉണ്ടാക്കണം, വരുമാനം ഉണ്ടാക്കണം. പക്ഷെ ആ സമയത്ത് നമ്മൾ മറക്കാൻ പാടാത്ത അടുത്ത കാര്യം എന്താണ്? ആരോഗ്യം പരിപാലിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോഗ്യത്തോടെ ഇരിക്കണം. ഇന്ന് സമ്പത്തുള്ളവരെ കണ്ടിട്ടല്ല അസൂയപ്പെടുന്നത്, ഇന്ന് ആരോഗ്യമുള്ളവരെ കണ്ടിട്ടാണ് അസൂയപ്പെടുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു വന്നത് പുതിയ തലമുറയെ തീർച്ചയായും ആധ്യാത്മിക ലോകത്തേക്ക് നയിച്ചു കൊണ്ടുവരണം. അവരിൽ ആധ്യാത്മിക രസം, ഭക്തി ലഹരി ഉണ്ടാവണം. എന്തിനാണ്? അപ്പോൾ അവരുടെ ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ ഉണ്ടാവും. എന്ത് കാര്യം വരുമ്പോഴും അവർക്ക് അപഗ്രഥിച്ച് പഠിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവും. ഇല്ലെങ്കിൽ അവർ മറ്റുള്ള ലഹരികളിലേക്ക് വഴുതി വീഴാൻ സാധ്യത കൂടും. എൻ്റെ ആചാര്യൻ എപ്പോഴും പറയും, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞില്ല. നമ്മൾ എന്ത് പറയുമ്പോഴും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വേണം, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ വേണം. മനസ്സാ വാചാ കർമ്മ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. നമ്മൾ ഭഗവാനോട് പ്രവർത്തിക്കുമ്പോൾ ഭഗവാനെ എനിക്ക് നല്ലത് തന്നെ ഐശ്വര്യം തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് എൻ്റെ കഷ്ടപ്പാട് മാറ്റണമെന്ന് പറയുന്നത്, കഷ്ടപ്പാടുള്ള വാക്ക് പോലും പറയരുത്. അവിടെ നെഗറ്റിവിറ്റി കയറി വരും. അപ്പോൾ ആചാര്യൻ അന്ന് പറഞ്ഞിരുന്നത് 3-4 കൊല്ലം മുമ്പ് ഇവിടെ ലഹരിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാനേ ഉതകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കുട്ടികളൊക്കെ
റോഡിൽ ബാനറും പിടിച്ച് റോഡിൽ ജാഥ നടത്തി, ബസ് സ്റ്റാൻഡിൽ പോയിട്ട് എന്താ ഡാൻസ് കളിച്ചില്ലേ, ഫ്ലാഷ് മോബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് എന്താണ്? തൂഫാൻ എന്ന് പറഞ്ഞിട്ട് എത്രയെത്രയോ കേസുകളാണ് പിടിക്കുന്നത്. നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അധ്യാപകരെ വരെ പിടിച്ചിരിക്കുന്നു. അപ്പം ലഹരി എവിടം വരെ എത്തി എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെന്തുകൊണ്ടാണ്? മൂല്യച്യുതിയാണത്. അവിടെ ഈ മൂല്യച്യുതി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ആധ്യാത്മിക തത്വങ്ങൾ പഠിക്കേണ്ടത്. ആധ്യാത്മിക തത്വങ്ങളിൽ മനുഷ്യനെ ധർമ്മം പാലിച്ച് ജീവിക്കാനും ജീവിത സാക്ഷാത്കാരം നേടാനാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പല പല ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നതെന്ന്. മനുഷ്യനും മറ്റു ജീവികളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? വിവേകത്തോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യന് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുവന്നിട്ട് ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് വെച്ചിരിക്കുന്നത്, തലയിൽ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജീവജാലങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. പശുവാണെങ്കിലും ആടാണെങ്കിലും ആനയാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ഒരേ ലെവലിലാണ് എല്ലാം വരുന്നത്. ശിരസ്, കഴുത്ത്, ഹൃദയം, ഉടല് എല്ലാം ഒരേ ലെവലിലാണ്. മനുഷ്യന് മാത്രമാണ് ഇത് ഏറ്റവും മുകളിലുള്ളത്. അതുകൊണ്ടാണ് അവന് ഇത്രയൊക്കെ ചിന്തിച്ച് വിവേകത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ജന്മം വളരെ ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്. നമ്മൾ പല പല ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങൾ കൊണ്ടിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മത്തിൽ നമ്മൾ ലൗകിക സുഖം, അതായത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ, എനിക്കൊരു ബസ്സിൽ കാർ വേണം, ബസ്, അതിൽ ഞാൻ AC കാറിൽ ഞാൻ ഇങ്ങനെ നടന്നു പോവും, 7 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ താമസിക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ജീവിക്കാം എത്ര നാൾ. അതല്ല സുഖം. അത് ആത്മീയ ചിന്തയിലൂടെ, ധ്യാനത്തിലൂടെ നമ്മൾ നേടുന്ന ഒരു തലത്തിലേക്ക് എത്തണം. അതെത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ആനന്ദം നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ആനന്ദം അറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ബാക്കിയെല്ലാം ഇന്നും കുള പോലെയായിരുന്നു, അല്ലെങ്കിൽ അതല്ല, ഇതാണ് ആനന്ദം എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ഇത്രയും ശ്രേണിയിലുള്ളത്. അപ്പോൾ അതിൽ ഓരോ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ച് പഠിക്കുക. വായിക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ മനസ്സിലൊരു അറിവായിട്ട് കയറും. ആ അറിവിന് ജ്ഞാനമാക്കണം, ആ ജ്ഞാനത്തിന് വിജ്ഞാനമാക്കണം. വിജ്ഞാനമാക്കുക എന്ന് വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രാമായണത്തിലേക്ക് വരാം. രാമായണം എഴുതിയത് വാൽമീകിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ ചെറിയ കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാം. വാൽമീകിയുടെ ആദ്യത്തെ പൂർവാശ്രമത്തിൻ്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. അതും നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു എന്നാണ്. ശരിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതാണ്. രാമായണത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കിളിപ്പാട്ടിൽ. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതാണ്. പക്ഷേ സംസർഗ ഗുണാദോഷ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സംസർഗം കുറച്ച് ഈ കാട്ടാളൻ. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ശൂദ്രരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്നാണ് രത്നാകരൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു ശൂദ്ര സ്ത്രീയായിട്ട് കൂടെ താമസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വാമഭാഗമാക്കിയതും ഒരു ശൂദ്ര സ്ത്രീയാണ്. അങ്ങനെ അവർക്ക് മക്കളൊക്കെ ഉണ്ടായി. അത് അയാളുടെ കയ്യിലേക്ക്. ഇനിയോ സാഹചര്യം അദ്ദേഹത്തിന് വേറെ രീതിയിലേക്ക് കൂടി കൊണ്ടെത്തിച്ചു. എന്താണ്? ആ നാട്ടിൽ 12 കൊല്ലക്കാലം മഴ പെയ്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 12 മാസം മഴ പെയ്യാണ്ടിരുന്ന അറിയാം. 12 ആഴ്ച മഴ പെയ്യാതിരുന്ന എന്തായാലും സ്ഥിതി. അങ്ങനെ 12 വർഷം മഴ പെയ്യാതിരുന്നപ്പോൾ ആ നാട് വറ്റി വരണ്ടു. അതൊരു മരുഭൂമി പോലെ ക്ഷാമം, ദാരിദ്ര്യം എല്ലാം വന്നപ്പോൾ ഇവരവിടെ നിന്ന് ശരിക്കും ആ ഗ്രാമം വിട്ട് വേറെ ഗ്രാമത്തിലേക്കാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് വന്നപ്പോൾ അതിനടുത്തൊരു കാടുണ്ട്. ആ കാട്ടിലേക്ക് താമസം മാറ്റി. കാടിൻ്റെ സൈഡിലേക്ക്. ആ കാടിൻ്റെ ഓരം ചേർന്നാണ് ഒരു വഴിയുള്ളത്. എന്താ കാര്യം? ഈ മരുഭൂമി തള്ളാൻ ആരെക്കൊണ്ടാകും വെയിലത്ത്. അപ്പോൾ ഇതിൻ്റെ ഓരത്തിലൂടെയാണ് നടന്നു പോകുന്നത്. പകലേ നടക്കാൻ പറ്റില്ല, രാത്രി പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോകുന്നവരെ ഇവർ പിടിച്ചു പറിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പാഥേയം എന്ന് വെച്ചാൽ യാത്രയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയാണ് പിടിച്ചു തുടങ്ങിയത്. പക്ഷേ കഴുത്തോളം മുങ്ങിയാൽ പിന്നെ മുങ്ങാൻ കുളിരില്ല എന്നൊരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞ പോലെ പിന്നെ പിടിച്ചു പറിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ വില കൂടിയ വസ്ത്രങ്ങൾ, സ്വർണ്ണങ്ങൾ, രത്നങ്ങൾ അങ്ങനെയെല്ലാം പിടിച്ചു പറിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ പിടിച്ചു പറിച്ച് ഹരം കയറി പിടിച്ചു പറിക്കും, കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കും. ഭക്ഷണം മാത്രമേ രത്നാകരം കുറച്ച് എടുക്കുകയുള്ളൂ. എന്നാലും ഒരു പങ്കെടുത്ത് ബാക്കി എല്ലാവർക്കും ഭാഗ്യം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സപ്തർഷികൾ അതിലൂടെ വരുന്നത്. സപ്തർഷികൾ വന്നപ്പോൾ ഇതുപോലെ രത്നാകരം ചാടി വീണു. അപ്പോൾ ഈ ഭയാനകമായ അട്ടഹാസത്തോടെ ചാടി വീഴുമ്പോൾ ഏത് മനുഷ്യനും ഭയക്കും. പക്ഷേ ബ്രഹ്മത്തെ അറിഞ്ഞവന് ഭയക്കേണ്ട കാര്യമില്ല. അപ്പം മഹർഷിമാർക്ക് ഭയമൊന്നും വന്നില്ല. അവരിങ്ങനെ നോക്കി നിന്ന്, എന്താ ഭയക്കാത്തത്? നിങ്ങളുടെയുള്ള വിലപിടിപ്പുള്ളതൊക്കെ എടുക്കാൻ പറയും. അപ്പോൾ പറയും, ഞങ്ങളുടെ കയ്യിലുള്ള വിലപിടിപ്പൊക്കെ ഞാൻ തന്നാൽ നിനക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ, അവിടെ നിനക്ക് എടുക്കാൻ പറ്റില്ല. അതെന്താ? അത് ജ്ഞാനമാണ്, അറിവാണ്. ഞങ്ങളുടെയുള്ളത് പിന്നെ ഈ കൗണ്ടലും യോഗതലുമാണ്, അങ്ങനെ കൊടുക്കും. അപ്പോൾ ചോദിക്കും, എന്താണ് അറിവ്, ജ്ഞാനമെന്ന് ചോദിക്കും. അതൊക്കെ ഇരിക്കട്ടെ, നീ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അപ്പോഴാണ് പറയുന്നത്, ഞാൻ രത്നാകരനാണ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ. ഞാനിപ്പോൾ ഇവിടെ കൂടി പോകുന്ന ആൾക്കാരെ തട്ടിപ്പറിച്ച് ഇതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കും, ഞാനും കുറച്ച് കഴിക്കും. അതിലാണ് ഞാനിപ്പം ആനന്ദം കണ്ടെത്തുന്നത്. അതാണ് എൻ്റെ പണി. ആൾക്കാർ പേടിക്കുമ്പോൾ ഞാൻ ആസ്വദിക്കാറുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, എന്തുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയും, അതെന്തുകൊണ്ടാണ്? അപ്പോൾ മഹർഷിമാർ പറയും, നീ ചെയ്യുന്നത് മഹാപാപമാണ്. പാപമോ? അതെന്താണ്? അപ്പോൾ പറയും,
അന്യന്റെ മുഖത്ത് ആഗ്രഹിക്കുന്നതേ തെറ്റ്, അത് തന്നെ പാപം. നീ അത് പിടിച്ചു പറിച്ചാലോ അതിനേക്കാൾ എത്രയോ ഇരട്ടി പാപമാണ്. ആ പാപം നിന്നെ അനുഭവിക്കേണ്ടി വരും, നിനക്ക് ദുരിതങ്ങൾ ഉണ്ടാകും എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ രക്താകരത് മനസ്സിലായി. ഞാൻ ഭാര്യയ്ക്ക് മക്കൾക്ക് കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് ഈ പാപമൊന്നും കിട്ടൂല എന്ന് പറയുമ്പോൾ ശരി, നീ പോയി ഭാര്യയുടെ മക്കളോട് ചോദിച്ചിട്ട് പോകാൻ, ഞങ്ങളിവിടെ നിൽക്കാന്ന്, നീ വരുവോളം ഞങ്ങളിവിടെ നിൽക്കാന്ന് പറയും. അങ്ങനെ രക്താകരൻ ഒറ്റ ഓട്ടത്തിന് പോയി ഭാര്യയുടെ മക്കളോട് ചെന്ന് പറയും, ഞാനിങ്ങനെ കുറച്ച് മഹർഷിമാരെ കണ്ടു, അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണ്, എനിക്കാണോ ആ പാപം കിട്ടുക? നമുക്കെല്ലാവരും പങ്കിട്ടല്ലേ തരുന്നത്, അതുകൊണ്ട് നമുക്ക് പാപം പങ്കിട്ടല്ലേ വരുള്ളൂ എന്ന് വെച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, അതെങ്ങനെയാ, നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്കല്ലേ കിട്ടുന്നത്, ഞങ്ങളിതിനത് അനുഭവിക്കണേ എന്ന് പറയും. അതോടെ രത്നാകരൻ ആകെ വിഷ്ണനായിപ്പോയി, ഷോക്കടിച്ച പോലെയായി. അവിടെയാണ് വാൽമീകി കിളിപ്പാട്ടിൽ എഴുതിയിരിക്കുന്നത്, ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ അനുഭവിച്ചേ മറിയാകൂ എന്ന്. രാമായണത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വരിയാണ്, വളരെ പ്രസക്തമായ ഒരു വരിയായിട്ട് തോന്നുന്നു. ഏതാണ് രാമായണത്തിലെ ഏറ്റവും നല്ല വരി എന്ന് ചോദിച്ച് വലരുചി 21 ദിവസം അലഞ്ഞു നടന്നു. മാം വിദ്ധി ജനകാത്മജം എന്ന വരിയാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ വരി, ഏറ്റവും അർത്ഥവത്തായ വരികൾ. അതിനുശേഷം ഞാൻ വിചാരിക്കുന്നത് ഇതാണെന്ന്. കാരണം നമ്മളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്, കർമ്മഫലം. അപ്പോൾ അതിനടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ അനുഭവിച്ചേ മതിയാകും. ഇത് കേട്ടതോടുകൂടി രത്നാകരൻ ആകെ കൃഷ്ണനെ ഓടിത്തിരിച്ച് ഈ മുനിമാരുടെ കാൽക്കൽ വന്ന് വേണ്ടിട്ട് പറയാൻ, രക്ഷിക്കണം, എനിക്ക് ഈ പാപം പങ്കുപറ്റാൻ വയ്യ, അതിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയും, എനിക്ക് ഇതിന് പാപമോചനം വേണമെന്ന് പറയും. ശരി, അങ്ങനെയുണ്ടെങ്കിൽ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ട് പിന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ യോഗം ധ്യാനം എല്ലാം പറഞ്ഞു കൊടുത്ത് രാമനാമം ജപിക്കാൻ പറയും. അപ്പോൾ രാമനാമം ജപിച്ചാൽ നമ്മുടെ പാപം കിടും, പശി കിടും, നാവിൻ മോർച്ച വരും, ഏറ്റവും അന്ത്യകാലയെ ഗോവിന്ദപാദ കമലങ്ങൾ തെളിഞ്ഞു കാണാം. അതാണ് ഭഗവാന്റെ നാമം ജപിച്ചാലോ ഗുണം. അപ്പോൾ ഈ രത്നാകരനെ അതിന് സജ്ജനാക്കി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ രാമനാമം ചൊല്ലിയിരിക്കാൻ പറയുമ്പോൾ രാമനാമം പറയാൻ പറ്റുന്നില്ല, അത് കിളിപ്പാട്ടിൽ പറയുന്നുണ്ട്, അത് വേറെ രീതിയിൽ പറഞ്ഞു, രാമ രാമ എന്ന് പറഞ്ഞ് രാമനാക്കി. അങ്ങനെ രാമനാമം ചൊല്ലി അവിടെ എഴുതിയിട്ട് ഇവർ പോകുന്നു. അപ്പോൾ ഒരു ഡിഗ്രി പാസ്സാവാനുള്ള സിലബസ് പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. സംവത്സരം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരണം, വളരെ സംവത്സരങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ രത്നാകരനെ കാണാനില്ല, പക്ഷേ രാമനാമം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു മൺകുറ്റിനുള്ളിൽ നിന്നാണ്. അപ്പോൾ പറയും, ശരി, മൺകുറ്റ് കുളിച്ച് പുറത്ത് വരാൻ പറയും. ആ മൺകുറ്റിനാണ് വാത്മീകം എന്ന് പറയുന്നത്. വാത്മീകത്തിൽ നിന്ന് പുറത്ത് വന്നവൻ വാത്മീകി, വളരെ വ്യത്യസ്തനായ, ആകെപ്പാട് ടോട്ടലി ഡിഫറെൻ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ മനുഷ്യനാണ് ആ പുറത്ത് തന്നെ. അത് ഒരു ഋഷിയാകാനും തുല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിച്ചു. പിന്നീട് ഡിഗ്രി വരെയുള്ള സിലബസ് പഠിച്ചു കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞില്ല, പിന്നെ വന്നിട്ട് PhD കൂടി പഠിപ്പിച്ചു എന്ന് പറയാം. എനിക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ അത്രയും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹർഷി എന്നുള്ളതായി. മുനി, മാമുനി, ഋഷി, മഹർഷി എന്നൊക്കെ പറയുന്നത്, ബ്രഹ്മർഷി, അങ്ങനെ ഓരോ തലങ്ങളുണ്ട്. അങ്ങനെ മഹർഷി, അതാണ് വാൽമീകി മഹർഷി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ സന്തുഷ്ടനായി ആത്മീയ തലത്തിൽ ഒരു മഹർഷിയായി തന്നെ ജീവിക്കാൻ തുടങ്ങി ആ കാട്ടിൽ തന്നെ. ആ സമയത്ത് നാരദൻ ഇതറിഞ്ഞിട്ട് നാരദൻ അദ്ദേഹത്തെ കാണാൻ വരുന്നു. നാരദൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്താണ്? ഒരു ഏഷ്യനിക്കാരൻ എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളെ പുരാണങ്ങൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ നാരദൻ ഈ പറഞ്ഞ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ ഇത്രയും ജ്ഞാനമുള്ള, ഈ കലകളിലും ഏറ്റവും പ്രാവീണ്യമുള്ള ആളാണ് നാരദൻ. ഇത്രയും വിദ്യാസമ്പന്നനായ ആളില്ല, എന്നാൽ ഭഗവാന്റെ ഭക്തനുമാണ്. അപ്പോൾ ആ നാരദൻ ഇതറിഞ്ഞ് വാൽമീകി മഹർഷിയെ കാണാൻ വരുവാണ്. വാൽമീകി മഹർഷിയെ കാണുമ്പോൾ പറയും, നിങ്ങൾ ഉത്തമനായൊരു മനുഷ്യനായി എന്ന് പറയും. അപ്പോൾ വാൽമീകി പറയും, രത്നാകരനായ വാൽമീകി പറയും, എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ മനുഷ്യരിൽ അധമനായിരുന്നു, ഇപ്പം ഞാൻ ഉത്തമനായി എന്ന് അങ്ങ് പറയുന്നു. എങ്കിൽ എനിക്ക് മാനവരാശിയിൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ്? 16 ഗുണങ്ങളുള്ള മനുഷ്യനെ എനിക്ക് ഒന്ന് പറഞ്ഞു തരുമോ ആരാണെന്ന് എന്ന് പറയുമ്പോഴാണ് അയോധ്യാപതി രാമനാണ്. 64 ഗുണങ്ങളുള്ള, 64 ഗുണങ്ങളുള്ള മനുഷ്യനാണ് വെച്ചിട്ട് ആ കഥകൾ മുഴുവൻ വള്ളിപൂലി വിടാണ്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് വാൽമീകി മഹർഷി വളരെ സന്തോഷവാനായി. അദ്ദേഹം അങ്ങനെ നടന്നു പോയി. അതിനുശേഷം വാൽമീകി മഹർഷി വീണ്ടും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ മഹർഷിയായി തന്നെ തുടരുന്നു. അങ്ങനെ ഒരു ദിവസം സന്ധ്യാവന്ദനത്തിനായി നദിക്കരയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വേടൻ ക്രൗഞ്ചപക്ഷികളെ, ഇണപക്ഷികളാണ്, അതിനെ ഒരു പക്ഷിയെ അമ്പ ചെയ്യുന്നത് കാണുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് ആ വാൽമീകി മഹർഷിയുടെ വായി തോന്നിയ ഒരു കവിതയാണ്, അതിൻ്റെ ശ്ലോകമാണ് മാനുഷാദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 4 വരി ശ്ലോകം. ആ 4 വരി ശ്ലോകത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. ആ 4 വരിയിലും 8 അക്ഷരമാണ്. 8 അക്ഷരത്തിലും ഈ ഓരോ വരിയിലെയും 4ാമത്തെ അക്ഷരം ലഘുവും 5ാമത്തെ അക്ഷരം ലഘുവുമായിരുന്നു. 1ാമത്തെയും 3ാമത്തെ അക്ഷരത്തിലെ 6ാമത്തെ അക്ഷരം ലഘുവാണ്, 2ാമത്തെയും 4ാമത്തെയും 6ാമത്തെ അക്ഷരം ഗുരുവാണ്, 7ാമത്തെ അക്ഷരം എല്ലാത്തിലും ലഘുവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു
കാവ്യമായി ശ്ലോകമായിരുന്നു അത്. അപ്പോൾ വാൽമീകി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാനിങ്ങനെയൊക്കെ പറയാമോ, ഞാനിപ്പോൾ മഹർഷിയല്ലേ എന്നൊക്കെ ഒരു സങ്കോചത്തോടെ നിൽക്കുന്ന സമയത്ത് ബ്രഹ്മാവിടെ പ്രത്യക്ഷപ്പെടുന്നു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ സരസ്വതി കടാക്ഷം കൊണ്ടാണ് നിനക്ക് ഇത് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് രാമന്റെ കഥ എന്നാലും നീ നാരദം പറഞ്ഞു കേട്ടല്ലോ, നീ രാമന്റെ കഥ നീ എഴുതണം. അങ്ങനെ എഴുതിയതാണ് രാമായണം. വാൽമീകി എഴുതിയ രാമായണം 24,000 ശ്ലോകങ്ങളുണ്ട് രാമായണത്തിൽ വാൽമീകി എഴുതിയത്. എന്നിട്ടും അദ്ദേഹത്തിന് അത് പോരാന്ന് തോന്നിയിട്ട് അദ്ദേഹം പിന്നെ യോഗ വാസിഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയും കൂടി എഴുതിയിട്ടുണ്ട്. അതിൽ തത്വങ്ങളാണ് കൂടുതലും. അതിൽ 32,000 ശ്ലോകങ്ങളുണ്ട്. അതിനകത്ത് മൊത്തം ശ്ലോകങ്ങളിൽ രാമായണം വിവരിച്ചിട്ടുണ്ട്. ഇത് പിന്നീട് വ്യാസൻ ഈ യോഗവാസിഷ്ടം എന്ന കൃതി 6 ഒന്നാക്കി ചുരുക്കിക്കൊണ്ട് എഴുതിയതാണ് അധ്യാത്മരാമായണം. അപ്പോൾ നമ്മൾ വാൽമീകി രാമായണം കണ്ടു, വാൽമീകിയുടെ യോഗവാസിഷ്ടം കണ്ടു, യോഗവാസിഷ്ടത്തിൻ്റെ 6 ഒന്നാക്കി ചുരുക്കി എഴുതിയതാണ് അധ്യാത്മരാമായണം. രാമായണം എഴുത്തച്ഛൻ വായിച്ച് പഠിച്ച് സ്വതന്ത്രമായി മലയാളത്തിൽ എഴുതിയതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. നമ്മൾ വായിക്കുന്നത് കിളിപ്പാട്ടാണ്. അധ്യാത്മരാമായണം യോഗവാസിഷ്ടത്തിനെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു കാവ്യമാണ്. അതല്ല നമ്മൾ വായിക്കുന്നത് അതിൻ്റെ മലയാളം പരിഭാഷ. തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട്, അതാണ് നമ്മൾ വായിക്കുന്നത്. രാമായണം മലയാളത്തിൽ 12-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട്. പല പല കൃതികളായിട്ട്, രാമകഥയായിട്ടും ഖണ്ഡശരാമായണമായിട്ടും പലതരത്തിലുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് എഴുത്തച്ഛൻ്റെ രാമായണമാണ്. നമുക്ക് ആ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് വായിക്കുമ്പോൾ നമ്മുടെ സാഹിത്യവും ആ പദ്യത്തിൻ്റെ ആ ആസ്വാദനം നമ്മളിലേക്ക് നമ്മൾ തന്നെ ഒരു കവിയായി. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കവിതകളൊക്കെ ചൊല്ലിപ്പോകും. ചിലപ്പോൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. സ്ഥിരസ്ഥായിയായിട്ടുള്ള ആ ധർമ്മബോധത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ജീവിതം നമുക്ക് അത് പ്രചോദനം ചെയ്യാനായിട്ട് അധർമ്മം ചെയ്യാൻ തോന്നുന്നു. പണ്ട് കാലത്ത് രാമായണം എല്ലാ ഗ്രഹങ്ങളിലും രാവിലെയും വൈകിട്ടും വായിക്കുമായിരുന്നു. പിന്നീട് അതിന് മൂല്യച്യുതി ഉണ്ടായി, അത് നിന്ന് പോയി. പിന്നീടാണ് നമ്മളിപ്പോൾ ഒരു 4 ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അത് കർക്കിടക മാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണായനം പറയുന്ന സമയം, ദേവന്മാർക്ക് സന്ധ്യയാവുന്ന സമയം. അതാണ് ഏറ്റവും നല്ല കാര്യം. കേരളത്തിൽ മാത്രം മഴക്കാലമാണ്, വേറൊന്നും ചെയ്യാനില്ല. എന്നൊക്കെ കൂലിപ്പണിക്ക് പോയിരുന്ന ആൾക്കാരുടെ കൊണ്ടുണ്ടായിരുന്നത് അവർക്ക് പോകാൻ നിർത്തിയില്ല. അപ്പോൾ അവർ രോഗികൾ എല്ലാം ഒന്ന് ആകെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ആത്മധൈര്യം വരാൻ വേണ്ടിയിട്ട് അവർ രാമായണത്തിനെ കൂട്ടുപിടിച്ചത്. രാമായണം വായിക്കുമായിരുന്നു. ഇപ്പോഴും ഒരു ചൊല്ലുണ്ട്, സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുത് എന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ ആർക്കും കാര്യമാണ്. ഹനുമാൻ സന്ധ്യാവനം ചെയ്യുന്ന സമയങ്ങളാണ്. ഞാൻ കുറച്ച് നാൾ പറയേണ്ട കാര്യം എങ്കിലും പറയാം. കുറച്ച് നാൾ ഞാൻ ഡെറാഡൂണിലായിരുന്നു, 2 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളുടെ സന്ധ്യാവുന്നത് ഏകദേശം 7:30 7:30ക്കാണ് സൺസെറ്റ്. 8 മണിയാവാണ്ട് ഇവിടെ ഇരുട്ടാവില്ല. അപ്പം നമ്മളിവിടെ 6:00 7 മണിക്ക് സന്ധ്യ ആണെന്ന് പറഞ്ഞിട്ട് വായിക്കാനൊരു കാര്യമുണ്ടോ? അവിടെ ഒന്നും സന്ധ്യയായിട്ടില്ല. ഹനുമാൻ ഹിമാലയത്തിലേ ഉള്ളൂ. അവിടെ ഡെറാഡൂണിന് പിന്നെ വടക്കോട്ട് പോകണം, വീരത്തിലേക്ക് പോകണം, ഹിമാലയം. അപ്പോൾ അവിടെ സന്ധ്യാവുമ്പോൾ പിന്നെ താമസിക്കില്ലേ? എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ചോദ്യമാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സന്ധ്യയ്ക്ക് രാമായണം വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. TV തുറന്നാൽ രാമായണമുണ്ട്, സന്ധ്യയ്ക്കാണ് കേൾക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രാമായണത്തിലേക്ക് വരാം. പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഭഗവാനും നമ്മുടെ കൂടെ ഇരുന്ന് കേൾക്കാനായിട്ട് ആളുണ്ട്. ആ സമയമാകുമ്പോൾ ഭഗവാൻ അങ്ങോട്ട് പോകണ്ടേ. അത് മാത്രമല്ല, മനമങ്ങം വഴിയെങ്ങും എന്ന് പറഞ്ഞിട്ടിരുന്ന് നമ്മൾ പ്രഭാഷണം കേൾക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ലക്ഷ്മണോപദേശം വരെ പോകണമെന്ന് വിചാരിച്ചാണ് പുറത്തേക്കെത്തുമെന്ന് അറിയില്ല. അപ്പോൾ 6 ഖണ്ഡങ്ങളായിട്ടാണ് രാമായണം എഴുതിയിട്ടുള്ളത്. 7 ഖണ്ഡത്തിലാണ് വാൽമീകി എഴുതിയത്. ഇവിടെ നമ്മുടെ വെളിപ്പാട്ടിൽ 6 ഖണ്ഡമാണ്. പിന്നീട് ഉത്തരഖണ്ഡം എഴുതി ചേർത്താണെന്നാണ് പറയുന്നത്. പക്ഷെ ഉള്ളൂർ പറഞ്ഞല്ല, അത് എഴുത്തച്ഛൻ തന്നെ എഴുതിയതാണ് എന്ന് പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അതിൽ ആദ്യത്തെ ഖണ്ഡം ബാലഖണ്ഡം. ബാലഖണ്ഡത്തിൽ എങ്ങനെയാണ്? ബാലഖണ്ഡത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ബന്ധനമൊക്കെ കഴിഞ്ഞ് അത് പറയുന്നു. പാർവതീദേവി പരമേശ്വരനോട് ചോദിച്ചിട്ട് കഥ പറയുന്ന രീതിയിലാണ്. എങ്കിലും നമുക്ക് പെട്ടെന്ന് കഥ പറയേണ്ടതുകൊണ്ട് നമുക്ക് ദശരഥൻ എന്ന് തുടങ്ങാം. അയോധ്യാവതിയായിരുന്നു ദശരഥൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശരിക്കുള്ള പേര് നേമി എന്നാണ്. നേമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിനിപുണനായിരുന്ന ഒരു യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന് ഒരേ കാലത്തിൽ 10 ദിക്കിലേക്കും രഥം തെളിക്കാൻ കഴിവുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേർ വീഡിയോ ഗെയിമിൽ ഇങ്ങനെയാണില്ലേ, അവരുടെ സാമർത്ഥ്യങ്ങളില്ലേ. അതുപോലെ നേമിക്ക് 10 ദിക്കിലേക്കും ഒരേ സമയം പേര് തെളിക്കാൻ 10 ദിക്ക് ഏതാണ്? നമുക്ക് തെക്ക് വടക്ക് പഠിക്കണമല്ലേ. പിന്നെ 4 കോണ്, പിന്നെ മുകളിലേക്കും താഴത്തേക്ക്. 10 ദിക്കിലേക്ക് രഥം ഒരേ സമയം തെളിക്കാൻ കഴിവുള്ള ആളായിരുന്നു നേമി. അങ്ങനെ ബ്രഹ്മാവ് തന്നെ വിളിച്ച അദ്ദേഹത്തിന് ദശരഥനാണ്. ദശരഥൻ ഇവർ സുരാസുര യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത്യാവശ്യം കൊടുത്ത് വിളിക്കും. അപ്പം അങ്ങനെ അവിടെ യുദ്ധത്തിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് 3 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായ കൈകേയിയെ കൊണ്ടാണ് ആ യുദ്ധത്തിൽ പോകുന്നത്. കൈകേയിയുടെ യുദ്ധത്തിൽ പോകുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അദ്ദേഹം വിജയിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു അവസരത്തിൽ എത്തുന്നു. കൈകേയി തന്നെ അദ്ദേഹത്തെ
പ്രചോദനം കൊടുക്കുന്നു, മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹം അതിസമർത്ഥമായി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ വിജയിക്കുന്നു. ആ യുദ്ധത്തിനിടയ്ക്കാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥ. രഥത്തിൻ്റെ ചക്രത്തിൽ നിന്ന് ആണി ഓടി പോകുന്നതും കൈകേയി തൻ്റെ വിരൽ ആണിയെ വെച്ച് ആ യുദ്ധം തീരുന്നതുവരെ വേദന സഹിച്ചിരുന്നത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ദശരഥൻ സന്തോഷത്തോടെ കൈകേയെ നോക്കുമ്പോൾ കൈകേയി കയ്യിൽ മുറിവാറ്റി വീഴാണ്. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം എന്താകുമെന്ന് വെച്ചപ്പോൾ ഇരട്ടി സന്തോഷമായി. അപ്പോൾ ആ ഇരട്ടി സന്തോഷമായതുകൊണ്ട് രണ്ട് സന്തോഷമുള്ളത് ഈ രണ്ട് വരം ചോദിച്ചോളാം. ബുദ്ധിമതി ആയതുകൊണ്ട് പറഞ്ഞ് ഞാൻ പിന്നെ ചോദിച്ചോളാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആധ്യാത്മിക എന്നുള്ളത് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ പാഠങ്ങൾ നമുക്ക് എന്താണ് അതിൽ ഉൾക്കൊള്ളാനുള്ളത് എന്ന് നമ്മൾ എന്താണ് നമ്മളൊരിക്കലും നമ്മളുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ കുടുംബകാര്യങ്ങളിൽ ഇടപെടുത്തരുത്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഒരിക്കലും എനിക്ക് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയും. ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത കാര്യമാണ്, ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. പക്ഷെ അത് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ജോലി ഭാണ്ഡമായിട്ട് അവിടുത്തെ ഉദ്യോഗത്തിൽ ആ സ്ഥിതിയിലെ ഭാണ്ഡങ്ങളൊന്നും വേറെ വീട്ടിലേക്ക് വരരുത്. അവർ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടിലെ ഈ വിഷയങ്ങളൊന്നും ഓഫീസിലേക്കും കൊണ്ടുപോകരുത്. അതാണ് വർക്ക് ലൈഫ് ബാലൻസ്. ആ കാര്യമാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം അങ്ങനെ ചെയ്തു. അതിലുണ്ടായ ബോധമാണ്. അപ്പോൾ ദശരഥൻ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി പുറപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ കഥ കഴിഞ്ഞു അദ്ദേഹം തിരിച്ചു വന്നു. വളരെ സസന്തോഷത്തോടെ അയോധ്യയിൽ വാഴുന്ന കാലം. 3 ഭാര്യമാരുണ്ടെങ്കിലും വളരെ ഐക്യത്തോടെയാണ് അവർ നീങ്ങുന്നത്. വളരെ സന്തോഷത്തോടെ നീങ്ങുന്ന കാലം. പക്ഷെ ഒരു ദുഃഖം ദശരഥനെ അലട്ടിയിരുന്നു. എന്താണ്? എനിക്കൊരു പുത്രൻ വേണമെന്നുള്ളൊരു ദുഃഖം അലട്ടിയിരുന്നു. അങ്ങനെ മനസ്സ് മുരടിച്ചിരുന്ന അവസ്ഥയിൽ അദ്ദേഹം വിചാരിച്ചു, ഞാൻ നായാട്ടിന് പോകാം. അങ്ങനെ അദ്ദേഹം നായാട്ടിന് കാട്ടിൽ പോയി. സമയം മോശമായതുകൊണ്ടാവാം അദ്ദേഹത്തിന് പകൽ കൂടെ നായാടിയിട്ട് ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും കിട്ടിയിട്ട് വീട്ടിൽ പോകുള്ളൂ എന്നൊരു ഇതുകൊണ്ടാവണം. സന്ധ്യ കഴിഞ്ഞിട്ട് സാധിക്കാത്തതുകൊണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറുന്ന ഉറങ്ങിപ്പോയി. നേരം പരമ്പരാവ് എടുക്കുമ്പോൾ എന്ന് നമ്മൾ നാട്ടുഭാഷയെ പറയും. ശരിക്കും അരുണോദയമാണ് അത്. അരുണോദയം ഇംഗ്ലീഷിൽ ട്യൂലേറ്റ് എന്ന് പറയും. ഉദയത്തിനും ഒരു നാഴിക മുമ്പ്, ഒരു 25 മിനിറ്റ് മുമ്പ് നമുക്ക് നേരം വെള്ളഗിരി എന്നൊക്കെ പറയുന്ന രീതിയിലെത്തുമ്പോൾ ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഗുളു ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ ആന വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് വേഗം അമ്പയത്ത് ചെയ്തു. അപ്പോൾ യുദ്ധത്തിനും ധർമ്മത്തിനും ആയുധം പ്രയോഗിക്കുന്നതൊക്കെ ധർമ്മമുറകളുണ്ട്. ഒരു നിരായുധനെ ഒരിക്കലും ധർമ്മം അനുസരിച്ച് നിരായുധനെ ഒരിക്കലും ആക്രമിക്കില്ല. അതുപോലെ കാൽക്കളൊന്നും വീണാലും ആക്രമിക്കില്ല. ധർമ്മമുണ്ട്. വാളെടുത്തവനെ വാളുകൊണ്ട് തന്നെ നേരിടണം. അങ്ങനെയൊക്കെ ഒരുപാട് യുദ്ധമുറകളുണ്ട്. ഇവിടെ ഒരു അസ്ത്രം പ്രയോഗിക്കണമെങ്കിൽ നമ്മളത് എന്താണ് ആരാണെന്ന് കൺഫേം ചെയ്യണം, അതിന് സ്ഥിരീകരിക്കണം. ഇവിടെ ശബ്ദം കേട്ട വഴിയെ അമ്പെടുത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ദശരഥൻ ഒരു എടുത്തിയാട്ടക്കാരനാണ്. ഒരു രാജാവിന് ചേരാത്തൊരു പ്രവൃത്തിയായി പോയത്. അമ്പ് കൊണ്ടതും അവിടെ നിന്ന് ആർത്തനാഥം കേട്ടു. ഞാനിതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല, ആരാണ് ഈ കടുങ്കൈ എന്നോട് ചെയ്ത്, അയ്യോ തന്നെ ഉറക്കം നിറവിളിക്കുന്നു. അപ്പോൾ ദശരഥൻ ഓടി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മുനികുമാരൻ അമ്പേറ്റ് പിടയുന്നതാണ്. അപ്പോൾ മുനികുമാരൻ പറയുന്നു, നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആനയാണ്, ആന വെള്ളം കുടിക്കണമെന്ന് വെച്ചിട്ട് ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാര്യമായി പറഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് താപമൊന്നുമില്ല, ബ്രഹ്മഹത്യാഭാവം നിനക്ക് വരില്ല. പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ അവർ കണ്ണുകാണാൻ കൊള്ളാത്തവരാണ്, അവർ കുടിയിൽ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ ഒരു കുടം വെള്ളം കൊണ്ട് കൊടുത്തിട്ട് വേണം അവരുടെ വിശപ്പും ദാഹവും മാറ്റാൻ, അവരുടെ ദിനം തുടങ്ങാൻ. നീ അതൊന്നും എനിക്ക് ചെയ്തു തരണം. അതിനു മുമ്പ് എനിക്ക് വേദനിച്ചിട്ട് വയ്യ, ഈ അമ്പം വിളിച്ചു വിടാൻ പറയും. അമ്പ് ഉരുട്ടിലേക്കും അദ്ദേഹം മരിക്കുന്നു. വിഷണ്ണനായ ദശരഥൻ ഒരു കുടം വെള്ളമായിട്ട് കുടിയിലെത്തി. കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അച്ഛനമ്മയ്ക്ക് മനസ്സിലായി, കണ്ണു കാണാൻ പാടില്ലെങ്കിലും എൻ്റെ മകനല്ല. ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അയോധ്യാപതി ദശരഥനാണ്. എന്താണ് കാര്യങ്ങൾ പറയും. വാവിട്ട് കരയാൻ തുടങ്ങി അച്ഛനമ്മേ. ഞങ്ങൾ ഈ വയസ്സുകാലത്ത് കണ്ണു കാണാനുള്ള ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയമാണ് അവനെ നിങ്ങൾ ഇല്ലാതെയാക്കി. ഞങ്ങളിനി എന്ത് ചെയ്യും? എന്തായാലും എനിക്ക് അവൻ്റെ ശവശരീരം കാണണം, ഞങ്ങളവിടെ കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ദശരഥൻ അവരവിടെ കൊണ്ടുവന്ന് രക്തത്തിൽ കുളിച്ചിടക്കുന്ന മകൻ്റെ പാട് തപ്പിയിട്ട് പറയും, ഈ വയസ്സുകാലത്ത് എൻ്റെ പുത്രനെ ഇല്ലാണ്ടാക്കിയ നീ ഇതിൻ്റെ വിഷമം അറിഞ്ഞിട്ടേ നീയും മരിക്കുകയുള്ളൂ, പുത്ര ദുഃഖത്താൽ നീ മരിക്കേണ്ടി വരും എന്ന് ശപിക്കുന്നു. എൻ്റെ മകനെ സംസ്കരിക്കാനായിട്ടൊരു സൗകര്യം ചെയ്തു തരാൻ പറയും. ദശരഥൻ ചിതകൂട്ടി സംസ്കരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തീയിലേക്ക് എടുത്ത് ചാടി അവരും ജീവത്യാഗം ചെയ്യുന്നു. വിഷണ്ണനായി അയോധ്യാപതി തിരിച്ചു വരുന്നു കൂട്ടത്തിലേക്ക്. മുരടിപ്പ് മാറാൻ നായാട്ടിന് പോയതാണ്. ഇരട്ടി മുരടിപ്പും ഇരട്ടിയും വിഷമമായിട്ട് വന്ന് തിരിച്ചു കയറി. അപ്പോൾ ആ വിഷണ്ണനായിരിക്കുന്ന അയോധ്യാപതിയെ കണ്ടിട്ട് വസിഷ്ഠൻ ചോദിച്ചു, എന്താ കാര്യം വിഷണ്ണനായിരിക്കണേന്ന് ചോദിക്കുമ്പോൾ പറയും, അത് കാട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് ഒരു ശാപം കിട്ടി. എന്താ ശാപം? പുത്ര ദുഃഖത്താൽ മരിക്കും. അപ്പോൾ വസിഷ്ഠൻ ചോദിക്കും, അത് നല്ല കാര്യമല്ലേ, അതെന്താ അങ്ങനെ പറയുന്നത്? എനിക്ക് മക്കളില്ലാത്തതല്ലേ ഇത്ര നാളുള്ള നിന്റെ വിഷമോ? നീ പുത്ര ദുഃഖത്താൽ മരിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുത്രൻ ഉണ്ടാവും എന്നല്ലേ അർത്ഥം എന്ന് പറയും. അതാണ് നമ്മൾ പഠിക്കുന്ന വേറെ. നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ അവസരങ്ങളാക്കണം. നമ്മളത് കേട്ട് തടഞ്ഞിരിക്കരുത്. നമ്മളതിൽ എന്ത് ഉണ്ടെന്ന് വെച്ചിട്ട് അവസരങ്ങളാക്കി മുന്നേറണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. വസിഷ്ഠ മഹാമുനി പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതാണ്.
നമ്മളും പഠിക്കേണ്ട കാര്യമാണ്. എന്നിട്ടോ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു, അതിൽ നിന്ന് ഒരു പായസം കിട്ടുന്നു, അത് 2 ഭാര്യമാർക്ക് പകുതി കൊടുക്കുന്നു, അവരത് പകുതി എടുത്തിട്ട് പകുതി ഊർമിളയ്ക്ക് കൊടുക്കുന്നു, 3ാമത്തെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. യഥാക്രമം അവർ ഗർഭം ധരിക്കുന്നു, മക്കളെ പ്രസവിക്കുന്നു. അങ്ങനെ ശ്രീരാമൻ പുണർദത്തിലും പൂയ നക്ഷത്രത്തിൽ ഭരതനും ആയില്യ നക്ഷത്രത്തിൽ ഭരത ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നു. എന്താണ് ഈ നാളിലേക്ക് പ്രത്യേകത? നമ്മൾ ശ്രീരാമൻ്റെ നക്ഷത്രം പുണർദാണെന്ന് എത്ര പേർക്ക് അറിയാം? പലർക്കും അറിയില്ല. നമ്മൾ ആഘോഷിക്കുന്നത് ശ്രീരാമനവമി എന്നാണ്, അല്ലേ? ശ്രീരാമ പുണർദം എന്നല്ല പറയാം. പക്ഷെ നമ്മളൊക്കെ ആഘോഷിക്കുന്നതാണ്. എൻ്റെ നാളെന്താണ് ആ നാള്? ഏത് മാസത്തിലാണ്? അതിൻ്റെ മാസത്തിൽ. അപ്പോൾ അതും മാറി ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ആളുകൾ. അതൊക്കെ ഇരിക്കട്ടെ. നമ്മുടെ ഭഗവാന്റെ ജന്മാഷ്ടമി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉത്തരേന്ത്യയിലെ രീതികളാണ്. അവിടെ തിഥിക്കാണ് പ്രാധാന്യം. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളത് നക്ഷത്രത്തിലേക്ക് മാറി. നമ്മളുടെ കാലാവസ്ഥ മറ്റുള്ള സംസ്ഥാനങ്ങളെ അടിച്ച് വ്യത്യാസമാണ്. മറ്റുള്ള ദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മഴ തുടങ്ങിയിട്ടാണ് മറ്റുള്ള സ്ഥലത്തേക്ക് മഴ ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ 1200 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ജ്യോതിഷ പണ്ഡിതന്മാരും രാജാവും ശങ്കരാചാര്യരും ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്നിരുന്ന് കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ പഞ്ചാംഗമാണ് കൊല്ലവർഷം എന്ന് പറയുന്നത്. 1202 വർഷങ്ങൾക്ക് മുമ്പ്. കർക്കിടകം കൊണ്ട് ഇനിയും 16 ദിവസം കഴിഞ്ഞാൽ 1202 ആണ്ട് പിറക്കുവാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് കൊല്ലവർഷം. കൊല്ലം എന്നാലും വർഷമാണ്, വർഷം എന്നാൽ കൊല്ലമാണ്. പക്ഷെ കൊല്ലം എന്ന നഗരത്തിൽ വെച്ചിട്ടാണ് ഇതെന്ന് തീരുമാനമെടുത്തത്. അന്ന് കൊടുങ്ങല്ലൂരിലൂടെ കൊല്ലം വലിയൊരു പട്ടണമായിരുന്നു. തൂത്തുക്കുടിയെ പോലും വെല്ലുന്ന പട്ടണമായിരുന്നു, തുറമുഖ പട്ടണമായിരുന്നു. അതുകൊണ്ടാണ് കൊല്ലവർഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നാളിലെ പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പഞ്ചാംഗം നമ്മളുടെ കേരളീയമായതുകൊണ്ടാണ്. നമുക്ക് ചിങ്ങമാസമാണ് 1-ാം തീയതി. ശരിക്കും പറഞ്ഞാൽ മേടമാസത്തിലാണ് അന്ന് അത്രയും നാൾ വർഷാരംഭമായിട്ട് കണക്കാക്കിയത്. വർഷാരംഭമാണ് ചിങ്ങം. അങ്ങനെ ഞാൻ പറഞ്ഞു പുനർദത്തിയെ പോയതിൻ്റെ കാര്യം. ആയില്യം, ലക്ഷ്മണൻ എന്ന് പറയുന്ന അനന്തനാണ്, നാഗരാജാവാണ്. നാഗരാജാവിൻ്റെ നാളാണ് ആയില്യം. ആ ആയില്യത്തിൽ ജനിച്ചതെല്ലാം ഒരു ഭഗവാന്റെ കൽപ്പിതങ്ങളാണെന്ന് ഇതൊക്കെ നേരത്തെ കാലഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഏറ്റവും നല്ല ഗ്രഹനില നിൽക്കുമ്പോൾ അല്ല 5 ഗ്രഹങ്ങൾ അത്യുച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ്റെ ജനനം. അങ്ങനെ കുട്ടികൾ വളർന്നു. 5 വയസ്സ് വരെ ശേഷം അവരെ എല്ലാ ആളുകളുമായിട്ട് വളർന്നു. അതിനുശേഷം വസിഷ്ഠൻ അവരെ 15 വയസ്സ് വരെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചു. വേദങ്ങളും ശാസ്ത്രങ്ങളും അസ്ത്രശസ്ത്രാദി വിദ്യകളും എല്ലാം ഭരിക്കേണ്ടതല്ലേ അവർ, സംഖ്യാശാസ്ത്രം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. 15 വയസ്സായപ്പോൾ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് വരുന്നു. വിശ്വാമിത്ര മഹർഷിയെ കണ്ടുപിടി സന്തോഷമായി. വീണ്ടും എടുത്തുചാട്ടം. മഹാമുനി, അങ്ങയുടെ പാദസ്പർശത്താൽ ഈ നഗരി ധന്യമായി. അങ്ങേക്ക് എന്താണ് വേണ്ടത്? അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറഞ്ഞു. ചാടിക്കയറി അങ്ങനെ പറഞ്ഞു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ച പോലെ. അപ്പോൾ പറയുന്നു, ഞാൻ രാമനെ കൊണ്ടുപോകാൻ വന്നാൽ 10 ദിവസത്തേക്ക് രാമനെ എനിക്ക് വിട്ടുതരണം. എന്താ കാര്യം? എൻ്റെ യാഗം മുടക്കാൻ കുറേ രാക്ഷസന്മാർ എൻ്റെ കാട്ടിൽ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ടതോടുകൂടി ദശരഥൻ്റെ എന്താ കാര്യം? മാറ്റുനോട്ടുണ്ടായ കുട്ടിയാണ്, 15 വയസ്സേ ഉള്ളൂ. ഉടനെ പോയി വസിഷ്ഠ മഹർഷിയോട് ചോദിക്കും, പറയും, രാമൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അവനെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, സാമാന്യനാണ്, പോയിട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ അവിടുന്ന് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമൻ പോകുമ്പോൾ കൂടെ ലക്ഷ്മണൻ പോകുന്നു. രാമനെയാണ് ചോദിച്ചത്, പക്ഷെ രാമൻ ലക്ഷ്മണന്മാരാണ് കൂടെ പോകുന്നത്. അങ്ങനെ കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ വിശ്വാമിത്ര മഹർഷി അവർക്ക് ഒരു മന്ത്രം ഉപദേശിക്കുന്നു, ബലയും അതിബലയും. എന്താണ്? ഒരു കൊട്ടാരത്തിൽ വളർന്നതാണ്, വിശപ്പും ദാഹവും എന്താണെന്ന് അറിയാതിരുന്നിട്ടില്ല. ഇനി പോകുമ്പോൾ കാട്ടിലാണ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടില്ല, വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ വെള്ളം, ദാഹം തീർക്കാൻ വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് ബല അതിബല എന്ന മന്ത്രം പറഞ്ഞു തരാം. വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അവൻ്റെ ഊർജ്ജസ്വലത നഷ്ടപ്പെടാതിരിക്കാൻ, അവനിലെ വീര്യം നഷ്ടപ്പെടാതിരിക്കാൻ, ആ പോസിറ്റീവ് എനർജി അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ കൂടി ഉതകുന്ന മന്ത്രമാണ് ബലയും അതിബലയും. ഞാൻ ആദ്യമായിട്ട് രാമായണം വായിച്ചപ്പോൾ എനിക്ക് ഈ മന്ത്രം അറിയണം, പഠിക്കണം എന്നൊക്കെ ചെറുപ്പകാലത്താണ് അങ്ങനൊരു ചിന്തയുണ്ടായി. ഒരു ബലയും അതിബലം എന്താണെന്ന് ചോദിച്ചിട്ട് ആർക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ പ്രദോഷ വ്രതം എടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ നേരത്തെ. ഇപ്പോൾ എടുക്കാറില്ല. ഇപ്പോൾ എനിക്ക് ആരോഗ്യസ്ഥിതികൾ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് എടുക്കാറില്ല. ഈ പ്രദോഷ വ്രതം എടുക്കുമ്പോൾ ഓഫീസിലൊക്കെ പോണ കാലം ഒരു ഉച്ചയാകുമ്പോഴേക്കും കാലത്ത് 12 മണിക്ക് ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട്. ആ സമയമാകുമ്പോഴേക്കും വല്ലാത്തൊരു അസ്വസ്ഥത വരും. ഞാൻ ശീലിച്ചതല്ലേ. അപ്പോൾ ഞാൻ പറയും, ഞാൻ വെള്ളം മുടക്കില്ല, അത്താഴ പൂജ കഴിഞ്ഞ് നേദ്യം കഴിക്കാത്ത ഞാൻ എൻ്റെ വെള്ളം മുടക്കില്ല, ഞാൻ ബലവാനാണ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ അങ്ങനെ അത് കിടന്നു ഞാൻ പിന്നെ അത് അറിയാറില്ല. പിന്നെ ഒരു 3-4 മണിയാകുമ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ശരിക്കും തളർന്ന കുടവിലെയാവും. അപ്പോൾ ഞാൻ പറയില്ല, ഞാൻ അതിബലവാനാണ് എന്ന് ഞാൻ തന്നെ വിചാരിക്കും. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ബലയും അതിബലയും ഞാൻ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ഇതായിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ ഇതാണ് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഭഗവാനായിട്ട് എനിക്ക് കാണിച്ചു തന്നാണല്ലോ. അങ്ങനെ അത്താഴ പൂജ വരെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു ആത്മധൈര്യം ഒന്ന് പറഞ്ഞാൽ മതി. ഒരു ദിവസം ഉപവസിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സുഖം, ഒരാനന്ദം, അത് വേറെയാണ്. മറ്റാരും ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ ചെയ്തത്. പിന്നീട് മിതമായി ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രദർശനം ആഗ്രഹിക്കുന്നു. അപ്പോൾ മാസത്തിൽ ഒരിക്കൽ ഉപവസിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മത്തിൽപ്പെട്ടൊരു കാര്യമാണ്. പണ്ട് മനുഷ്യർക്ക്
ഭക്ഷണം കുറവും അധ്വാനം കൂടുതലായിരുന്നു. അന്ന കാലത്തും അവർ ഉപവസിക്കുമായിരുന്നു. ഇപ്പോൾ മനുഷ്യന് ഭക്ഷണം ഇരട്ടിയാണ്, ഇരട്ടിയെന്നും പറഞ്ഞ പോലെ. പക്ഷെ അധ്വാനമോ ഒന്നുമില്ല. അധ്വാനം വളരെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പറയണ്ടാവും, ഞാൻ എറണാകുളം നടന്നു പോയി വന്നിട്ടുണ്ട് ജോലിക്ക്, അല്ലേ? ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്, 5 കിലോമീറ്ററിലാണല്ലേ. അത് നടന്നു പോയിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ എന്ന് പറയും. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നടന്നു പോകാറുണ്ടോ? അവിടുന്ന് സൈക്കിളിൽ പോലും പോകാറുണ്ടാവില്ല. അപ്പോൾ അധ്വാനം കുറഞ്ഞു, ഭക്ഷണം കൂടി. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ശരീരത്തിൽ നമുക്കിപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ വിലയും അതിവിലയും ഉപദേശിച്ചു. അങ്ങനെ അവിടെ ചെല്ലുന്നു. ആദ്യം കാണുന്നത് താടകയാണ്. താടകയെ കൊല്ലുമ്പോൾ രാമനിൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു സങ്കോചം അവിടെ ഉണ്ടാകുന്നൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. പക്ഷേ വിശ്വാമിത്രന് ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ക്ഷത്രിയ ധർമ്മമാണത്. അത് കഴിഞ്ഞ് പിന്നെ സുബാഹുവിനെ കൊല്ലുന്നു. മാരീചന് അമ്പ് കൊണ്ടതേ ഓർമ്മയില്ല. അവിടെ ഓടിയിട്ട് പിന്നെ സ്വർണ്ണമാനായിട്ട് പിന്നെ രാവണൻ പറഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് രാമൻ്റെ അടുത്ത്. അങ്ങനെ ആ സമയത്ത് വിശ്വാമിത്രന് ഇവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലായി. ഇവർക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലായിട്ട് വിശ്വാമിത്രൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭഗവാൻ സ്വീകരിക്കുകയാണ്. നമുക്കും അതിൻ്റെ കൂടെ ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയൊരു അവസരത്തിൽ ഞാനിവിടെ വന്നിരുന്നു എനിക്ക് പറഞ്ഞുതരാം. ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. ശരി തുടങ്ങിയപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല. ഭഗവാന്റെ കൂടെ നമ്മൾ നിൽക്കേണ്ട സമയമാണ്. എന്തായാലും എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് ഭഗവാന്റെ അനുഗ്രഹം. ഉത്സവത്തിന് ഒരു ദിവസം ഇവിടെ വന്ന് എന്നോട് പ്രഭാഷണം നടന്നെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. കുറച്ച് കഷ്ടപ്പാട് സഹിച്ചാണെങ്കിൽ എനിക്ക് വരാമായിരുന്നു. അന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. ഭഗവാൻ ഞാൻ അതിനുശേഷം ഭഗവാനോട് സ്ഥാപനാഥനോട് ഭഗവാനോട് പറഞ്ഞത്, ഉത്സവകാലമല്ലേ, എല്ലാവരും ഉത്സാഹിച്ചിടങ്ങുന്ന സമയമാണ്. അപ്പോൾ ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാൻ താല്പര്യം ചിലപ്പോൾ കാണില്ല. കർക്കിടകത്തിൽ എല്ലാവരും ആധ്യാത്മിക രസത്തിൽ ആണ്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നീ ഒന്ന് പറയൂ എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് പറയാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. എൻ്റെ ഈ എളിയ പ്രഭാഷണത്തിന് നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടും ഭഗവാന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് അത് ഞാൻ എൻ്റെ ഭഗവാന്റെ പ്രഭാതങ്ങൾ അർപ്പിക്കുന്നു. ശില്പിരേശ കരചരണഗതം വാക്കായജം കർമ്മജം വാശ്രമനജം പാവാനസം പാപരാതം വിഹിതം ഐതം വാശ്രമ ദക്ഷിണ ശ്രീ മഹാദേവ ശങ്കര ശങ്കരാശങ്കര.